ഹായ് ഫ്രണ്ട്സ്, വിജയ് രമേഷ് വ്ളോഗിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ബിഗ് ബോസിൻ്റെ 71 ദിവസത്തെ എപ്പിസോഡിൻ്റെ ഫുൾ റിവ്യൂ ആണ് ഞാൻ പറയുന്നത് കേട്ടോ. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാർ. അപ്പോൾ ഇന്നത്തെ ദിവസം എന്തൊക്കെയാണ് ബിഗ് ബോസ് ഹൗസിലേക്ക് നടന്നതെന്ന് നമുക്ക് കാണാം. വീഡിയോ കാണുന്നത് നിങ്ങൾക്ക് ഏവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഒത്തിരി നന്ദിയുണ്ട്. വീഡിയോസ് കാണുക, ഷോർട്സ് കാണുക, നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ ഇങ്ങോട്ട് പോകാം, വീഡിയോയിലേക്ക് പോകാം. രാവിലെ തന്നെ നന്ദനത്തിൽ മനസ്സിൽ മിഥുന മഴ ആ പാട്ടാണ് കേട്ടോ. എല്ലാവരും അടിപൊളിയായിട്ട് ഡാൻസൊക്കെ കളിച്ചു. ഇവർ ഉറങ്ങി എഴുക്കുമ്പോഴത്തേക്ക് ഒരു എനർജറ്റിക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ പാട്ടൊക്കെ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അവരത് മാക്സിമം അങ്ങോട്ട് യൂസ് ചെയ്യും. നല്ലോണം എൻജോയ് ചെയ്തവർ കളിക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ഹൗസിനകത്ത് എല്ലാവരും വന്ന് ലിവിങ് റൂമിൽ ഇരിപ്പുണ്ട്. മോർണിംഗ് ടാസ്ക്കാണ്. മോർണിംഗ് ടാസ്ക് എന്താണെന്ന് വെച്ചാൽ നന്ദനയ്ക്ക് ഒരു കൊടുത്തിരിക്കുന്ന ടാസ്ക്കാണ് കേട്ടോ. അതായത് ഒരാളെ പുറകെ നടന്ന് അയാളെ അനുകരിക്കുക. അങ്ങനെ നന്ദന ഇങ്ങനെ ഓരോരുത്തരെ അനുകരിക്കുന്നുണ്ടായിരുന്നു. സായിയെയും അതുപോലെ തന്നെ അർജുനെയൊക്കെ. ജിൻഡോ അനുകരിച്ച ജിൻ്റെ തലകുത്തിയൊക്കെ നിൽക്കുന്നുണ്ട്. നന്ദനയ്ക്ക് പറ്റുന്നില്ല. നേരെ ശ്രീധുൻ്റെ അടുത്ത് പോകുന്നു. ശ്രീധു തലയിൽ കൂടി വെള്ളമൊക്കെ ഒഴിച്ചിട്ട് മേഘം കറക്കിയത് അങ്ങനെയൊക്കെ പാട്ടൊക്കെ പാടുന്നുട്ടോ. അതിനുശേഷം നോറയെ കാണിക്കുകയാണ്. എനിക്ക് ഉമ്മയോടും ഉപ്പയോടും പിണക്കമൊന്നുമില്ല. പിന്നെ എന്താണ്, ഞാൻ സിവിൽ സർവീസ് പഠിക്കുന്ന സമയത്ത് കോവിഡ് വന്നു. ഞാനാണോ ഇന്ത്യയിലേക്കും കേരളത്തിലേക്കും കോഴിക്കോടിലൊക്കെ കോവിഡ് കൊണ്ടുവന്നത്? എന്ത് ചെയ്തു? പിന്നെ മാരേജ് അത് ഭയങ്കര ഫ്ലോപ്പായി പോയിട്ടുണ്ട്. ഞാനിവിടെ പെയിൻറ്റിങ് ചെയ്തു. എല്ലാവരും നന്നായിട്ട് പറഞ്ഞു. വാപ്പയോട് കാണിച്ചു, വാപ്പ ഒന്നും പറഞ്ഞിട്ടില്ല എന്ന രീതിയിൽ കുറച്ച് പരാതിയും പരിഭവമൊക്കെ പറയുന്നുണ്ട്. ഈ അൻസിബ ടാസ്ക് ലെറ്റർ വായിക്കുന്നുണ്ട് കേട്ടോ. ടാസ്കിൻ്റെ പേര് റാങ്കിങ് ടാസ്ക്കാണ്. ബിഗ് ബോസ് ചരിത്രത്തിൽ തന്നെ ക്ലാസിക്കൽ ടാസ്കിൽ ഒന്നാണ് ഈ റാങ്കിങ് ടാസ്ക് എന്ന് പറയുന്നത്. നല്ല അടിയുണ്ടാക്കാൻ പറ്റുന്നൊരു ടാസ്ക്കായി. പ്രൊമോയിൽ കാണിച്ചതുപോലെ ഒന്നുമില്ലായിരുന്നു കേട്ടോ. വളരെ സിമ്പിളായിരുന്നു കാര്യങ്ങളൊക്കെ. അതായത് 1 മുതൽ 13 വരെയുള്ള പെഡസ്റ്റൽസ് കൊടുത്തിട്ടുണ്ട്. ഗാർഡൻ ഏരിയയിൽ 13 നമ്പരും ഉണ്ട്. അങ്ങനെ ഈ 13 അംഗങ്ങളാണല്ലോ ഇവിടെ ഉള്ളത്. അതിൽ 1-ാം സ്ഥാനം കിട്ടുവാനുള്ള ഒരു മത്സരമാണ്. അങ്ങനെ ഓരോരുത്തരായിട്ട് 1-ാം സ്ഥാനത്ത് നിന്നു. ജിൻഡോയൊക്കെ വന്ന സമയം സിജോ പറഞ്ഞു, ജിൻഡോ 1-ാം സ്ഥാനത്ത് നിൽക്കാൻ ഒരു യോഗ്യതയുമില്ല. ജിൻഡോയെ പോലെ ഒരാൾക്ക് ഇത് കിട്ടിയാൽ വളരെ മോശമാകുന്ന രീതിയിൽ കേട്ടോ നമ്മുടെ സിജോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഓരോരുത്തർ വന്ന് നിൽക്കുന്ന സമയത്ത് ഭൂരിപക്ഷം അനുസരിച്ചിട്ടാണ് ആൾക്കാർ വന്നിട്ടുള്ളത്. അങ്ങനെ 1 മുതൽ 5 വരെ സ്ഥാനത്തിൽ വന്നിരിക്കുന്ന വ്യക്തികളെന്ന് പറയുമ്പോഴത്തേക്ക് അഭിഷേകാണ് 1-ാം സ്ഥാനം എത്തിയിരിക്കുന്നത്. അപ്പോൾ ഒരു ട്വിസ്റ്റ് ബിഗ് ബോസ് വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് 11-ാം ആഴ്ചയിലെ ക്യാപ്റ്റൻ ആയിട്ടാണ് നമ്മുടെ അഭിഷേക് വന്നിരിക്കുന്നത്. അപ്പോൾ പഴയ ക്യാപ്റ്റനെ നന്ദനാണെങ്കിൽ ക്യാപ്റ്റൻസ് ബാഡ്ജ് മാറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ വളരെ സന്തോഷപൂർവ്വമായിട്ടുള്ള ആ ഒരു ടാസ്ക് അവിടെ അവസാനിച്ചിരിക്കുകയാണ്. 1-ാം സ്ഥാനം അഭിഷേക്, 2 ജിൻഡോ, 3-ാം സ്ഥാനം അർജുൻ, 4 ശ്രീധു, 5 ഋഷി, 6 സായി, 7 അൻസിബ, അതുപോലെ തന്നെ 8 റസ്മിൻ, 9 നോറ, 10 ജാസ്മിൻ, 11 സിജോ, 12 അപ്സര, 13 നന്ദന. ഇങ്ങനെ ക്രമത്തിലാണ് 13 സ്ഥാനം വന്നിരിക്കുന്നത് കേട്ടോ. അതിനുശേഷം ഇവർ വന്നതിന് ശേഷം എല്ലാവരും കൂടി സംസാരിക്കുന്നുണ്ട്. അപ്പോൾ നന്ദന പറയുന്നുണ്ട്, എൻ്റെ ദൈവമേ, ഞാൻ ഇനി ഇവിടെ ആരെയും വിശ്വസിക്കത്തില്ല. അപ്പോൾ സായി സിജോയെ നന്ദനെ ഫുഡ് കഴിക്കാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. നീ പറഞ്ഞാൽ കേൾക്കില്ല. അപ്പോൾ നന്ദന ഇല്ല, കേൾക്കില്ല. ഞാൻ ആരാ നിങ്ങളുടെ, ഞാനൊന്നും നിങ്ങൾ പറയുന്നത് കേൾക്കില്ല. നന്ദന ഇച്ചിരി കലിപ്പിലായിപ്പോയി കേട്ടോ. അതായത് ഈ 1-ാമത്തെ ഇതിൽ ടാസ്കിൽ വരാനായിട്ട് ഈ പണപ്പെട്ടി എടുക്കുന്നതിനെ കുറിച്ചൊക്കെ സിജോ ഒക്കെ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഭയങ്കര വിഷമമായി നന്ദന. അതിനുശേഷം ജാസ്മിൻ നമ്മുടെ അഭിഷേകിനോട് പറയാൻ, ഇവിടെ ഉള്ളവരിൽ ഈ 13 പേരുള്ളതിൽ നിനക്കിപ്പോൾ 1-ാം സ്ഥാനം കിട്ടാൻ ഒരു അർഹനുമല്ല എന്ന രീതിയിൽ സംസാരിച്ച് യോഗ്യതയില്ലെന്നല്ല കേട്ടോ. നിനക്ക് പടിപടിയായി ഇന്നുള്ള ആഴ്ചയിൽ അങ്ങോട്ട് വരാം. പക്ഷേ ഇപ്പോൾ നിനക്ക് 1-ാം സ്ഥാനം കിട്ടേണ്ട ഒരു ചാൻസും ഇല്ലെന്ന രീതിയിൽ ജാസ്മിൻ പറയുന്നുണ്ട്. അതിനുശേഷം സിജോ ഒരു സ്പോൺസർ ലെറ്ററാണ് കേട്ടോ വായിക്കുന്നത്. ഈസ്റ്റേൻ്റെ 40-ാമത്തെ ആനിവേഴ്സറിയോടനുബന്ധിച്ച് അവർ പുതിയൊരു തട്ടുകട റെസിപ്പി സ്റ്റൈലിൽ ചിക്കൻ മസാല ഇറക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും ഈസി പാലട പായസം. അപ്പോൾ അത് ഗസ്റ്റുകൾക്ക് കൊടുക്കുക. അപ്പോൾ ക്യാപ്റ്റൻ തീരുമാനിക്കണം കുക്ക് ആര് ചെയ്യണം, ഗസ്റ്റ് ആരാണ്, അസിസ്റ്റൻ്റ് ആരാണെന്നുള്ളത്. അപ്പോൾ കുക്ക് അൻസിബ, നോറ, ശ്രീധു, ജാസ്മിൻ അവരൊക്കെയാണ് കുക്കിംഗ് ടീം. അസിസ്റ്റൻ്റായിട്ട് ജിൻഡോ, സിജോ, നോറ, അപ്സരയാണ് കേട്ടോ. അതിനുശേഷം നമ്മുടെ വിരുന്നുകാരെന്ന് പറയുന്നത് സായി, അർജുൻ, ഋഷി, നന്ദന, അഭിഷേകാണ്. ഇവർക്ക് നല്ല രീതിയിൽ ഈ തട്ടുകട സ്റ്റൈലിലുള്ള ചിക്കൻ ഫ്രൈ ഉണ്ടാക്കി കൊടുക്കുക. അതുപോലെ തന്നെ ഈസി പാലിൻ്റെ പായസം കൊടുക്കുക. അവരത് ടേസ്റ്റ് ചെയ്യുക. പിന്നെ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്, ഈസ്റ്ററിനെ കുറിച്ച് നല്ല അസിസ്റ്റൻസ് പറയുക. അപ്പോൾ പാലയുടെ പായസം 300 ഗ്രാം പാക്കിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. 1.5 ലിറ്റർ പാലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിൽ പഞ്ചസാര ചേർക്കേ വേണ്ടെന്ന രീതിയിൽ. അതുപോലെ തന്നെ ഈസ്റ്റേൺ മസാലയെക്കുറിച്ച്, ചിക്കൻ മസാലയെക്കുറിച്ച് പറഞ്ഞു. ശ്രീധു കുക്കിംഗ് ടീമിലുണ്ടല്ലോ. അപ്പോൾ അർജുൻ പറയണം, എന്നാ മണം, വാസം കൊട്ടു തന്ന രീതിയിൽ കേട്ടോ. പിന്നെ നല്ല പെർഫെക്റ്റ് സ്മെല്ലാണ്, സൂപ്പർ ടേസ്റ്റാണ്, അടിപൊളി കളറാണെന്നൊക്കെ രീതിയിൽ ഈസ്റ്ററിനെ കുറിച്ച് ഒരു വാദവരെ സംസാരിക്കുകയും ഫോട്ടോയ്ക്കൊക്കെ വേണ്ടി ഒരു പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അതോടുകൂടിയാണ് ഇന്നത്തെ ബിഗ് ബോസിൻ്റെ എപ്പിസോഡ് തീരുന്നത് കേട്ടോ. ഇനി BB+ തുടങ്ങുന്നത് തന്നെ കുറച്ച് മാങ്ങാണ്ടിയും കൊണ്ട് നമ്മുടെ ജിൻഡോയും അപ്സര നടക്കുകയാണ് കേട്ടോ. ഇവർക്ക് മണ്ണ് കുഴിച്ചിടണം. പക്ഷേ അവിടെ മണ്ണൊന്നും നോക്കിയിട്ട് അവിടെ ഒന്നുമില്ല, ഒരു മൂലയെ കൊണ്ട് വയ്ക്കുന്നുണ്ട്. അത് അവിടെ ക്ലീനിങ് സ്റ്റാഫ് എടുത്തുകൊണ്ട് പോകുന്ന രീതിയിൽ സംസാരിക്കുന്നു. അതിനുശേഷം അൻസിബയെ റെസ്റ്റോറൻറ്റ് കൊണ്ട് കിച്ചണിൽ സംസാരിക്കുന്നുണ്ട്. സാവുച്ചേട്ടൻ പറഞ്ഞതുപോലെ ചെയ്യാം നമുക്ക്. സാവുച്ചേട്ടൻ എന്താ പറഞ്ഞിരിക്കുന്നത്, ഇവിടെ ജോലി ചെയ്യാത്തവരെ നോമിനേഷൻ ഇടണം എന്ന രീതിയിൽ. പിന്നെ ചപ്പാത്തിയും കറിയൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ പാത്രത്തിലൊന്നും എടുത്ത് വെക്കേണ്ട, വരുന്നവരെടുത്ത് കഴിക്കട്ടെ എന്ന രീതിയിൽ അവർ സംസാരിക്കുന്നുണ്ട്. അതിനുശേഷം എന്താ നമ്മുടെ അർജുനും അതുപോലെ ജാസ്മിനും വാഷ്റൂം ഏരിയകത്ത് ഇങ്ങനെ
ഇങ്ങനെ ആക്ഷനെ കാണിക്കുന്നപ്പോൾ ബിഗ് ബോസ് അനൗൺസ്മെൻറ്റ് ചെയ്ത് അർജുൻ കൊള്ളാം, പക്ഷേ മൈക്ക് ധരിക്കുന്ന രീതിയിൽ. അങ്ങനെ ബാക്കിയുള്ളൊരു ഫുഡ് കഴിച്ചുന്ന സമയത്ത് എന്താടാ പറയുന്നൊക്കെ രീതിയിൽ ചോദിക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മുടെ നോറയും സിജോയും തമ്മിൽ ഒരു ഫൈറ്റ് അങ്ങ് നടക്കാൻ ശ്രമിക്കുന്നുണ്ട്. സിജോ ഇങ്ങനെ ചൊറിയാൻ നോക്കുന്നുണ്ട്, നോറ ഇങ്ങനെ ആത്മസംയമനം പാലിച്ചിരിക്കുന്നുണ്ട്. സിജോ പറഞ്ഞു, നിന്നെപ്പോലെ എന്താ പറയുക സാഡിസ്റ്റ് സ്വഭാവം, ഒരു കുതുകാൽ വെട്ടുന്ന സ്വഭാവം, നീ ഇവിടെ നിൽക്കണം, നീ ടോപ്പ് 5 വരണം എന്നൊക്കെ രീതിയിൽ തന്നെ സിജോ സംസാരിക്കുന്നുണ്ട്. നോറ ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യുകയാണ് കേട്ടോ. പക്ഷേ നോറ അതിനൊന്നും തളരാതെ പതറാതെ ഇങ്ങനെ പിടിച്ചു നിൽക്കുകയാണ്. സിജോ ഇങ്ങനെ ബ്ലാബ്ല അടിക്കുന്നുണ്ട്. എന്തായാലും ജനങ്ങളാണല്ലോ ഓരോ വ്യക്തികളെ അവിടെ നിർത്തുന്നത്. കഴിവുള്ളവർ നിൽക്കും, വോട്ട് കൊടുക്കുന്നവർ എന്താ പറയേണ്ട, ജനങ്ങളെ ഇഷ്ടപ്പെടുന്നവർ കയറി വരും. അങ്ങനെ വരട്ടെ ഓരോരുത്തരും. എന്നിട്ട് അൻസിബ സംസാരിക്കുന്നുണ്ട്, എനിക്ക് 1ാം സ്ഥാനത്ത് മത്സരിക്കുന്നുണ്ടായിരുന്നു, പക്ഷേ ഇവിടെ പേരൻസൊക്കെ വന്നു ഇപ്പോൾ എല്ലാവരോടും നമ്മൾ നല്ല കമ്പനിയായി, പിന്നെയും അവരെ കാണേണ്ടതാണ്. അപ്പോൾ അവരുടെ മക്കളടുത്ത് നമ്മൾ എന്തെങ്കിലും വായി തോന്നുന്നു വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല എന്ന രീതിയിൽ അൻസിബ സംസാരിക്കുന്നു. അൻസിബയ്ക്ക് 7ാം സ്ഥാനമാണ് കിട്ടിയിരിക്കുന്നത് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ അഭിഷേക്, ഋഷി, നോറയൊക്കെ സംസാരിക്കുന്നുണ്ട്. ഇതെല്ലാം ഗെയിമാണ്, ഗെയിമിൻ്റെ ഭാഗമായിട്ടാണ് ഓരോരുത്തർ സംസാരിക്കുന്നത്, ആ രീതിയിൽ എടുത്താൽ മതി എന്ന രീതിയിൽ. അതിനുശേഷം സിജോയും സായിയൊക്കെ ഇരുന്നുകൊണ്ട് ഓരോരുത്തർ ഇങ്ങനെ പ്രഡിക്ഷൻ ചെയ്യുകയാണ്. അൻസിബ പോകില്ല, ഈ ആഴ്ച എന്തായാലും അൻസിബ പോകില്ല, ക്യാപ്റ്റൻസിൽ നന്ദന വരണം എന്നൊക്കെ രീതിയിൽ അവർ സംസാരിക്കുന്നു. അപ്പോൾ അർജുൻ പറയുന്നത് നന്ദന വരട്ടെ, പക്ഷേ ഭയങ്കര ഒരു എന്താ പറയട്ടെ, ഒരു കമാൻഡിങ് ചെയ്യുന്ന രീതിയിലുള്ള സ്വഭാവമാണെന്ന രീതിയിൽ. അതിനുശേഷം ഇവർക്ക് ടാസ്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ സിജോയ്ക്കും അതുപോലെ നന്ദനയ്ക്കും അപ്സരയ്ക്കും ക്ലിപ്പുണ്ടല്ലോ, 50 ക്ലിപ്പാണ് ദേഹത്ത് മുടിയിലേക്ക് ഇങ്ങനെ ഒട്ടിച്ച് വയ്ക്കുക, കൈ തൊടാതെ ഇങ്ങനെ ഏറ്റവും സ്പീഡിൽ കുടഞ്ഞെടുക്കുക. പക്ഷേ നമ്മളെ നന്ദന തന്നെയാണ് അടിപൊളിയായിട്ട് ജയിച്ചിരിക്കുന്നത്. നന്ദനയ്ക്ക് ദേഷ്യമുണ്ട്, കാരണം 1ാം സ്ഥാനം കൊടുക്കാത്തപ്പോൾ പറഞ്ഞു, മക്കളെ ഇത് നിങ്ങൾ കാണണം, ഇവിടെ എല്ലാവരും 12 പേർക്ക് എന്നെ പേടിയെന്ന രീതിയിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നേ. അടുത്ത് ട്രൂത്ത് ഓർ ഡെയർ എന്ന രീതിയിലൊരു കളി കളിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ആ സമയത്ത് നമ്മളെല്ലാം ചിണ്ടപ്പോൾ നല്ല ഉറക്കമായിരുന്നു. സേതു തലയിൽ ഇതൊരു കൊട്ട് കൊടുക്കുന്നുണ്ട്, ഇനി ഉറങ്ങുമോ എന്നൊക്കെ ചോദിച്ചിട്ടൊരു കൊട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെയാണ് BB+ തീർന്നിരിക്കുന്നത്. അങ്ങനെ വലിയൊരു സംഭവം നടന്നിട്ടില്ല. ഒരു മോർണിംഗ് ടാസ്ക് ഉണ്ടായിരുന്നു നമ്മുടെ നന്ദനെ മറ്റുള്ളവർ അനുകരിക്കുന്ന രീതിയിൽ. അതിനുശേഷം നമ്മുടെ എന്താ പറയുക റാങ്കിങ് ടാസ്ക് ഉണ്ടായിരുന്നു. വലിയ കുഴപ്പമൊന്നും ഇല്ലാതെ പോയിട്ടുണ്ട്. നാളെ ഇനി ലാലേട്ടൻ്റെ ബർത്ത്ഡേ ആയിട്ടുള്ള എപ്പിസോഡിൻ്റെ കാര്യങ്ങളാണ് വരാൻ പോകുന്നത്. അതിൻ്റെ ലൈവിൽ ഡാൻസ് പ്രാക്ടീസും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ബിഗ് ബോസ് തീരാൻ ഇനി കുറച്ച് ദിവസം മാത്രമേ, ഇന്ന് 71 ദിവസമായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇത്രയും സമയം വീഡിയോ കണ്ട നിങ്ങൾക്ക് ഏവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഒത്തിരി നന്ദി പറഞ്ഞുകൊണ്ട് നാളത്തെ റിവ്യൂമായി വരാം. അതുവരെ നിങ്ങൾ ഇന്ന് ഇവിടെ പറയുന്നു, ബിജി രമേശ് വ്ളോഗിലെ ബിജി. ഇഷ്ടം തരണം, കൂട്ടുകൂടാൻ മറക്കല്ലേ. ബൈ.